അപ്പോൾ ഇന്ന് മോളുടെ പിറന്നാളാണ്. അപ്പോൾ ഞാനൊരു ചെറിയൊരു സദ്യയാണ് ഉണ്ടാക്കുന്നത്. ഞാനും ഹസ്ബൻഡും മോളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ചെറിയ സദ്യയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ആദ്യമായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് കടുക് പൊട്ടിച്ചു, കുറച്ച് ഉഴുന്നിട്ടു. ഉഴുന്നൊന്ന് പൊട്ടി വന്നപ്പോൾ പച്ചമുളകും വേപ്പിലയും കുറച്ച് നാളികേരം ഇട്ട് അതൊന്ന് ചൂടായിള്ളൊക്കെ വറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് അത് ഒന്ന് ചെറുതായി മൂപ്പിച്ച് ക്യാബേജ് ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് മൂടി വെച്ച് വേവിക്കാൻ വെച്ചു. ഇഞ്ചി ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ട് ഒന്നുകൂടി കുറച്ച് സമയം വേവാൻ വേണ്ടി അടച്ചു വെച്ചു. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും മൂടിയിലേക്ക് ആവിയൊക്കെ വന്ന് നന്നായി വെന്ത് പിന്നെ അത് ഞാനൊരു ഡിഷിലേക്ക് മാറ്റി വെച്ചു. അടുത്തതായിട്ട് നമ്മുടെ നല്ല അടിപൊളി വെണ്ടക്കായ തോരനാണ്. അപ്പോൾ കടുക് പൊട്ടിച്ച് ഉഴുന്ന് പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും വേപ്പിലയും സവോളയൊക്കെ ഇട്ട് കുറച്ച് നീളത്തിലരിഞ്ഞ വെണ്ടക്കായ ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് വരട്ടി എടുക്കണം. അപ്പോൾ ആ പശപ്പൊക്കെ എല്ലാം പോയി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടണം. അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് ഒന്ന് വാടി കഴിയുമ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ട് തുറന്ന് തന്നെ വെച്ച് വളരെ കുറഞ്ഞ തീയിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കാം. അടുത്തതും ഒരു തോരനാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, കുറച്ച് ചെറിയുള്ളിയും ഇഞ്ചിയും വേപ്പിലയും ഇട്ട് ഒന്ന് മൂപ്പിച്ചു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടു. അതിനുശേഷം ഉപ്പിട്ട് മഞ്ഞളിട്ട് വേവിച്ച് വെച്ച ബീൻസ് ഇട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ടെടുത്തു. നാളികേരം ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തു. നാളികേരം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് കിട്ടണം. അങ്ങനെ ബീൻസ് തോരനും റെഡിയായി. അടുത്തത് നമ്മുടെ ഇറച്ചി മസാലക്കറിയാണ്. അതിന് വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് സവോള ഇട്ട് കൊടുത്ത് ഹോൾ സ്പൈസസ് കുറച്ച് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇട്ടൊന്ന് നന്നായി മൂപ്പിച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് മൂപ്പിച്ച് മല്ലിപ്പൊടി ഒന്ന് കുറച്ച് ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്ത് അതും നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, കോളിഫ്ലവർ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് പിന്നെ കുറച്ച് ഗ്രീൻ പീസ് ഉണ്ടായിരുന്നു വേവിച്ച് വെച്ചത് അതും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പിട്ട് നന്നായി വേവിച്ചെടുത്തു.